ലിയാഖത്തല്ലേ? Call is now being recorded. അതെ, ലിയാഖത്താണ്. അതെ, എനിക്ക് ഫ്രീ ആണോ ഒന്ന് സംസാരിക്കാൻ? എനിക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് വിളിച്ച സംശയങ്ങൾ തീർന്നോ? എന്താണ് മുമ്പത്തെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയോ എന്ന് ചോദിക്കാം. അല്ല, അതെ, അതിന് തുടർന്നിട്ടുള്ള കുറച്ച് സംശയങ്ങളാണ്. ഞാൻ അതിനുശേഷം നിങ്ങളുടെ വീഡിയോ കണ്ടേ, അതിൽ വീഡിയോസിലൊക്കെ നിങ്ങൾ കുറച്ച് നോണകൾ പറയുന്നത് ഞാൻ കണ്ടു. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ക്ലാരിറ്റി ഇങ്ങനെ വരുന്നത്. ഞാൻ പറഞ്ഞ നോണയൊന്ന് പറഞ്ഞോളൂ. നിങ്ങളെ മറ്റേ ഇതുണ്ടല്ലോ, അതായത് ഇസ്ലാമിക വിവാഹത്തിലെ മുസ്ലിം സ്ത്രീ, ആ വീഡിയോസില് വിവാഹത്തില് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അത് ഇസ്ലാമിക നിയമമാണെന്ന് നിങ്ങൾ പറഞ്ഞു. വിവാഹത്തില്, അതായത് മുസ്ലിം വിവാഹത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അത് ഇസ്ലാമിക നിയമമാണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അത് എവിടെ നിന്നാണ് ആ നിയമം? നിങ്ങൾ തെളിവെന്ന് കാണിക്കാം. അല്ലേ, അതാണെന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മൾ തെളിവ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ബാലവിവാഹം എന്ന തന്നെ എഴുതിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതേ നമുക്ക് ഖുർആൻ ഹദീസാണ് ഇസ്ലാമികമായിട്ടുള്ള നിയമം. ഖുർആനും ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഫിഖ് ഉണ്ടാവുന്നത്. കർമ്മശാസ്ത്രം എന്നൊരു സാധനം അറിയോ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ശരീഅത്ത് എന്ന് പറഞ്ഞ സാധനം അറിയോ? ശരീഅത്താണല്ലോ ഖുർആന്റെ നിയമമല്ലോ ശരീഅത്ത്. ഖുർആൻ മാത്രമാണോ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ അടിസ്ഥാനം? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് ഹദീസും ഖുർആനും ഫോളോ ചെയ്യാനാ പറഞ്ഞത്. പണ്ഡിതന്മാരെ വ്യാഖ്യാനങ്ങള് ഇസ്ലാം നിങ്ങൾ എടുക്കൂലെന്നല്ലേ? അങ്ങനെയല്ലല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസും ഖുർആനല്ലേ? ഞാൻ പറയാതെ തന്നെ ലിയാഖത്തിന് അറിയാം. ഇതിപ്പോ ലിയാഖത്തിലേക്ക് പോകണേണ്. ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ ഹദീസുമാണ്. ഖുർആനും ഹദീസുമാണ്. അതെ, ഈ രണ്ട് സാധനം വെച്ചിട്ട് നിങ്ങൾ ആ 5 നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞേ കേക്കട്ടെ. 5 നേരത്തെ നിസ്കാരവും നിസ്കാരത്തിന്റെ ക്രമവും ഒന്ന് വിശദീകരിച്ചെന്നേ. അത് ഹദീസിലില്ലേ? ഞാനേ ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറയാം, കൃത്യമായിട്ട് മറുപടി പറഞ്ഞുതരാം. അപ്പൊ ഇജ്മാ ഖിയാസ് എന്ന 2 കാര്യങ്ങളും കൂടി ഇസ്ലാമിന്റെ പണ്ഡിതന്മാരുടെ കാര്യത്തിലേക്ക് എന്തിനു പോകുന്നു? ഞാൻ ചോദിക്കുന്നത് നബി സല്ലല്ലാഹു ഹദീസ് ഉണ്ട്, മനസ്സിലായോ? അതായത് ഖുർആനും ഹദീസും പിന്തുടരുന്ന വഴിക്ക് പോവുകയില്ല. പിന്നെ ഈ പറയപ്പെടുന്ന ഇസ്ലാമിക വിവാഹ നിയമം നിങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ല എന്നുള്ളതല്ല എന്റെ സൂചിപ്പിക്കുന്നത്. അതെ, അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ ഹദീസാണ്, ഒരു സംശയമില്ലാത്ത കേസാണ്. ഒരു കാര്യം ഖുർആനായിട്ട് ഞാൻ പറഞ്ഞിരട്ടെ. നിങ്ങൾ എനിക്ക് ഖുർആനായിട്ട് പറഞ്ഞു, നിങ്ങൾ വെറുതെ ബഹളം വെക്കല്ലേ. ഒരു വിഷയം, ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുന്നു. ആ കാര്യത്തിൽ ഇസ്ലാമിന്റെ നിയമം ചോദ്യമല്ല സുഹൃത്തെ. പറഞ്ഞോ. നിങ്ങൾ പുസ്തകം അംഗീകരിക്കൂലത്തിനപ്പോ ഞാൻ എന്ത് ചെയ്യാ? നിങ്ങൾ കിതാബ് തള്ളുന്നു, ഹദീസ് തള്ളുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. മുഹമ്മദ് ആയിഷയെ വിവാഹം കഴിച്ചപ്പോൾ ആയിഷയുടെ സമ്മതം ചോദിച്ചിട്ടില്ല. അതാണ് തെളിവ്. എവിടത്തെ തെളിവ്? ഹദീസിലുണ്ടോ? ഹദീസിലുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുകയാണ്. നിങ്ങൾ ഫിഖ്ഹ് സുന്ന എന്ന് പറഞ്ഞിട്ട് പറയട്ടെ എന്ത് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയാൽ തെറ്റിദ്ധാരണ മാറുമോ? അയ്യോ, ഒച്ച ഉണ്ടാക്കുന്നില്ല. എന്നാ കേട്ടോളൂ. ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്നൊരു സംഭവമുണ്ട്. ആ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക നിയമങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കണം. നിങ്ങൾ ഏതോ വേറൊരു വെള്ളരിക്ക പട്ടണത്തിലെ ഇസ്ലാമിനെ കുറിച്ച് പറയണോ? അത് ശരി എന്ന് പറഞ്ഞാൽ പിന്നെന്താ? ഖുർആനും ഹദീസിന് തെളിവ് വേണ്ട. ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും അതിന്റെ അടിസ്ഥാനത്തിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഫിഖ്ഹിലെ നിയമങ്ങൾ ഉണ്ടാക്കുക. മനസ്സിലായോ? അങ്ങനെ ഫിഖ്ഹിന്റെ നിയമങ്ങളിലാണ് ഒരു മനുഷ്യന്റെ ജീവിത ഭൗതിക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഫിഖ്ഹിൽ നിന്നാണ് കിട്ടുക. ആ ഫിഖ്ഹ് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? നിങ്ങൾ മദ്രസ പഠിച്ചിട്ടുണ്ടോ? അടിസ്ഥാനത്തിലാണ് ഫിഖ്ഹ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞുതരാം. അത് തന്നെയാണ് എന്റെ ചോദ്യം. ഖുർആനിന്റെയും ഹദീസിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും വെളിച്ചത്തിലാണ് ഫിഖ്ഹ് നിർദ്ധരിക്കുന്നത്.
മനസ്സിലായോ? അങ്ങനെയാണ് ശരീഅത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഉരുണ്ട് കാര്യമില്ല. ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ ഇസ്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് അതൊന്നൊരു ക്ലാരിറ്റി വരുത്തട്ടെ. നിങ്ങൾ വിവരക്കേട് വിളിച്ചു പറയുക എന്നിട്ട് ഒച്ചയിടുക. അല്ല, ഞാൻ ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി തരാം. മനസ്സിലാക്കിയിരിക്കുന്നത് സിദ്ധാണോ? അങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏത്? അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ചോദിക്കുന്നത് വ്യക്തതയുണ്ട്. നിങ്ങൾക്ക് ചോദിക്കുന്നതിന് വ്യക്തതയില്ല. നിങ്ങൾ ഒരു മിനിറ്റ് അടങ്ങൂ. ഹദീസിൽ നിന്നാണോ? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കാം. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലാവണമല്ലോ. അതിനു വേണ്ടി ചോദിക്കാണ്. നിങ്ങൾ മദ്രസ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു? ഖുർആൻ ഉണ്ടായിരുന്നു, നബിയരിത്രം ഉണ്ടായിരുന്നു, സത്യവിശ്വാസം ഉണ്ടായിരുന്നു, അറബിക് ഉണ്ടായിരുന്നു. മനസ്സിലായി? അങ്ങനെ പല വിധത്തിലുള്ള അതേ ഇതൊക്കെയാണ് ഖുർആൻ ചരിത്രം. ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല? അഖ്ലാഖ് ഉണ്ടായിരുന്നോ? അഖ്ലാഖ് ഉണ്ടായിരുന്നു. തജ്വീദ് ഉണ്ടായിരുന്നോ? നിങ്ങൾ മലയാളത്തിലല്ല, നിങ്ങൾ ഇസ്ലാം ദീനെ കുറിച്ചല്ലേ പറയണ്ടേ? തജ്വീദ് ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. തജ്വീദ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഫിഖ് ഉണ്ടായിരുന്നോ? ഫിഖ് ഇല്ല. കർമ്മശാസ്ത്രം? ഞാൻ പഠിച്ച മദ്രസയിൽ ഇതുണ്ടായിരുന്നു. ഏത് മദ്രസയിലാണ് പഠിച്ചത്? ഇസ്ലാമിയുടെ മദ്രസയിലാണ്. ജമാഅത്തെ ഇസ്ലാമിയിൽ ഫിഖ് ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയക്കാരനാണോ? പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കണ്ണടച്ച് ഉരുട്ടിയാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ. ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ? നിങ്ങൾ ഖുർആനും ഹദീസുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ആണല്ലോ. ഖുർആനും ഹദീസിന്റെയും തെളിവ് തരാനാണ് ഞാൻ പറയുന്നത്. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ പണ്ഡിത ഫിഖ്ഹിൽ പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എടുത്തിട്ട് എന്നാ പറയൂ. ഇസ്ലാമിലെ വിവാഹത്തിൽ സ്ത്രീയുടെ സമ്മതം ചോദിക്കണം എന്ന് നിയമമുണ്ടോ? ഇതുണ്ട്, നിയമമുണ്ട്. എവിടെ? വായിക്കേ. അല്ല, പെണ്ണിന്റെ സമ്മതം നിയമം പറയേ. അല്ല, ഞാനല്ല ആദ്യം നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരം മുട്ടുമ്പോഴേ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും സുഹൃത്തെ. നിങ്ങൾ ഒറ്റ കാര്യമുണ്ടോ? ഒരു മിനിറ്റ്, അത് ബഹളം ഉണ്ടാക്കിയാൽ ആർക്കും പറ്റും. ഇന്നലെ ഒരുത്തൻ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. 29ാമത്തെ സെക്കൻഡില് 42ാമത്തെ സെക്കൻഡ് വരെ നിങ്ങൾ പറഞ്ഞതാണ് വിവാഹത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇസ്ലാമിക നിയമമാണ് എന്ന് നിങ്ങൾ പറഞ്ഞതാണ്. കേട്ടോ? ഇസ്ലാമിലെ വിവാഹ നിയമത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രവാചകന്റെ ചരിത്രത്തിന്റെയും മുഹമ്മദിന്റെ ചെയ്തികളുടെയും മാതൃകളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി എഴുതപ്പെട്ട ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധിയിൽ അപ്പൊ നിങ്ങൾ കർമ്മശാസ്ത്രം ഫോളോ ചെയ്യുന്നത്. അപ്പൊ കർമ്മശാസ്ത്രം ഇസ്ലാം അല്ലേ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു മിനിറ്റ്, നിങ്ങൾ ആ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാ പറയും. ഖുർആനും ഹദീസും അടിസ്ഥാനത്തിലാണോ ഇസ്ലാം പൂർണ്ണമാണോ? ഖുർആനും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അവിടെ പറഞ്ഞിട്ടുള്ളതില്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഖുർആനും ഹദീസും പിൻപറ്റുകയാണെങ്കിലേ നിങ്ങൾ ഒരിക്കലും വഴിവെച്ച് പോകില്ല എന്നാണ് പറഞ്ഞത്. ഖുർആനും ഹദീസും നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല. ഫിഖിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ശരിയാണ്. ഇല്ല. ശരി. അപ്പൊ ഇനി ഞാൻ ചോദിക്കാം, അപ്പൊ ഖുർആനും ഹദീസുമാണ് ഇസ്ലാം. അതാണ് അടിസ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞത്. അടിസ്ഥാനം അതാണ് പറഞ്ഞാൽ അത് മാത്രമാണോന്നാണോ? ഖുർആന് ഹദീസിൽ നിന്നുള്ള തെളിവ് വേണ്ടേ? ഫിഖിനാണെങ്കിലും ഫിഖിൽ തെളിവുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. പച്ച മലയാളത്തില് അതല്ലേ പറഞ്ഞു തരുന്നത്. ഫിഖിൽ തെളിവല്ല ചോദിച്ചത്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ തീരെ ബുദ്ധിയില്ലേ? നിങ്ങൾ ഈ റെക്കോർഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. ഞാൻ ചോദിക്കുന്നത് ഫിഖിൽ നിന്നുള്ള തെളിവല്ല, ഖുർആനും ഹദീസിൽ നിന്നുള്ള തെളിവാണ് ചോദിക്കുന്നത്. മനസ്സിലായി? ഫിഖ് എന്നുള്ളത് എന്ത് പറയുന്നു, ഫിഖിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് തെളിവ് ഖുർആനും തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട് മനുഷ്യ. ആ ഫിഖിൽ തന്നെ ഉണ്ട്, ആ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട്. പറഞ്ഞു തരാം. അതല്ലേ പറയണ, സമ്മതിക്കണില്ലല്ലോ ഇതിന്. അത് ശരി.
നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിൽ ഫിഖ് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് നുണയാണ്. ഒരു മിനിറ്റ് വെറുതെ ബഹളം വെക്കല്ലേ പറഞ്ഞത് കേൾക്കൂ. പറയണത് കേൾക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിൽ കർമ്മശാസ്ത്രം ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നോണ. ഓക്കെ, ഒന്നാമത്തെ നോണ. ഒരു മിനിറ്റ് പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ പിടക്കല്ലേ. ഞാൻ തീരുമാനാക്കി തരാം. നിങ്ങൾക്ക് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിൽ കർമ്മശാസ്ത്രം ഇസ്ലാമിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പഠിപ്പിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. അപ്പൊ കർമ്മശാസ്ത്രം എന്നൊരു ശാഖ ഇസ്ലാമിലുണ്ടോ? അതുണ്ട്. ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചോദിക്കുന്നത് മാത്രം മറുപടി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞോണ നിങ്ങളെ കൊണ്ട് പൊളിപ്പിച്ചു തരാം. പിന്നെ നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് അതിന് ആർജവുണ്ട് ചെയ്തോ. ഞാനിപ്പോ റെക്കോർഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിന് തെളിവ് ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. നിങ്ങൾ എന്താണെന്നറിയാമോ, റെക്കോർഡ് ചെയ്തപ്പോ ഞാൻ പേടിച്ചു കേട്ടോ. ഇനി കേട്ടോ ജമാഅത്തെ ഇസ്ലാമി പറയട്ടെ സുഹൃത്തെ, പറയട്ടെ, ബഹളം ഉണ്ടാക്കല്ലേ. ജമാഅത്തെ ഇസ്ലാമി 4 മദ്ഹബുകളുടെയും വ്യത്യസ്തമായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെയും പറഞ്ഞിട്ട് സുഹൃത്ത് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. വെറുതെ അടിക്കാറില്ലേ, മനസ്സിലായോ? തൂറി മഴുകല്ലേ. ഒരു ഇസ്ലാമിൽ നിലവിലുള്ള കർമ്മശാസ്ത്ര വിധികളുടെ മുഴുവൻ സമാഹാരമായിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ പേരാണത്. ഇപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ പേരാതാണ്. ഒരു കാര്യം പറയുമ്പോ അവിടെ കിടന്ന് കിണിക്കുക, സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ക്ഷമയൊക്കെ ആവശ്യത്തിനുള്ളത് തരും. അത് പറയും. അതെ, ഇതാണ് എന്റെ സംസ്കാരം. ഓരോ ആളുകൾ അർഹിക്കുന്നത് കൊടുക്കുള്ളൂ കേട്ടോ. ഓരോ ആളുകൾ അർഹിക്കുന്നത് തരും. അപ്പൊ ഇനി കേട്ടോ. ഇനി എന്റെ വാക്ക് കേൾക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ കേട്ടോ. ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ഒരു സംഗ്രഹം ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ എല്ലാവിധ വശങ്ങളും എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പബ്ലിഷിംഗ് ഹൗസ് ആയിട്ടുള്ള ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH പുറത്തിറക്കിയിട്ടുള്ള ഫിഖ്ഹ് സുന്നയുടെ മലയാളം പരിഭാഷയിൽ 500 മുതൽ 600 പേജുകൾക്കിടയിലാണ്. കറക്റ്റ് പേജ് നമ്പർ എനിക്ക് ഓർമ്മയില്ല. ബാലവിവാഹം എന്ന ടൈറ്റിലിൽ തന്നെ ഈ വിഷയം വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പ്രതിപാദിക്കുന്നതിനകത്ത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഉദ്ധരണികൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിന് ആ പെൺകുട്ടിയുടെ സമ്മതം, ആ പെൺകുട്ടി ചെറിയ കുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ സമ്മതം ആവശ്യമില്ല എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് 2 വലിയമാർക്കാണ് അതിനുള്ള അവകാശമുള്ളത്. ഒന്ന് വാപ്പ, ഒന്ന് വല്ലിപ്പ. വാപ്പയോ വല്ലിപ്പയോ അങ്ങനെ ഒരു വിവാഹം നടത്തിയാൽ അത് അനുവദനീയമാണ്. അത് നിഷേധിക്കാൻ പെൺകുട്ടിക്ക് അവകാശമില്ല. അതിന് തെളിവായിട്ട് 2 സംഭവങ്ങളാണ് ഹദീസിൽ നിന്ന് ഫിഖ്ഹ് സുന്നയിൽ ഉദ്ധരിച്ചിട്ട് വെച്ചിട്ടുള്ളത്. 580-85 ആണെന്നാണ് എന്റെ ഓർമ്മ. 500-600 ഇടയിലാണ്. ഓക്കെ, പോയിട്ട് സമയം പോലെ വായിക്കുക. അതിനകത്ത് 2 സംഭവങ്ങളിൽ മനസ്സിലായി. ഒന്ന് പറയട്ടെ, മനസ്സിലായി. ഞാനിപ്പോഴും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിങ്ങൾക്കൊരു വാഴക്കയും കിട്ടില്ല. എന്തിൽ നിന്നാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു കാര്യവും നിങ്ങൾക്ക് പൂർണ്ണമായി കിട്ടില്ല. അപ്പൊ ലിഖായത്തല്ല, പേര് പറയാൻ പഠിക്കും ആദ്യം. എനിക്കറിയാം. ഓക്കെ, പേരിൽ വെച്ചിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ കർമ്മശാസ്ത്രത്തിൽ നിന്നാണ് ദീൻ പഠിച്ചിരിക്കുന്നത്, ശരിയല്ലേ? ആണോ? നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ? നിങ്ങൾ കർമ്മശാസ്ത്രം എന്ന് പറയും. ഇങ്ങനത്തെ ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല സുഹൃത്തെ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാവും. ഇസ്ലാമിന്റെ പല തരത്തിലുള്ള, ഒരു മിനിറ്റ്, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമഗ്ര പദ്ധതിയാണ്, അല്ലേ? ആണോ? അല്ലേ? ആണ്. അതിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഉണ്ടാവും, കർമ്മപരമായ കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഇസ്ലാമിലെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഫിഖ്ഹ് എന്ന ഒരു പ്രത്യേക ശാഖയിലാണ് പഠിപ്പിക്കപ്പെടുന്നത്. ആ ഫിഖ്ഹിന്റെ അടിസ്ഥാനം ഖുർആനും ഹദീസും. ഇത് രണ്ടും ചേർത്തുകൊണ്ടുള്ള പിന്നീടുള്ള പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ഇജ്മാവും ഖിയാസും ഇതൊക്കെ കൊണ്ടാണ് പണ്ഡിതന്മാർ, ഞാനോ നിങ്ങളോ അല്ല, ഇതിനു മുൻപേ നിർദ്ധരിച്ചിട്ടുള്ളത്.
ഓരോ കാര്യത്തിലും മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും ഇസ്ലാമിന്റെ മതവിധി എന്താണ്, അതിന്റെ ഹുക്കും എന്താണ് എന്നൊക്കെ വിശദീകരിക്കുന്നത് കർമ്മശാസ്ത്രത്തിലാണ്. മനസ്സിലായോ? ആ കർമ്മശാസ്ത്ര വിധിയിൽ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. അപ്പൊ അതിനർത്ഥം ഒരാൾ ഫിഖ്ഹിൽ നിന്ന് ഇസ്ലാമിലെ ഒരു കാര്യം ഉദ്ധരിക്കുമ്പോൾ ഒരു വിവാഹ നിയമം നിങ്ങൾക്ക് ഫിഖ്ഹിൽ നിന്നാണ് ഉദ്ധരിക്കാൻ കഴിയുക. ഹദീസിൽ പരസ്പര വിരുദ്ധമായ പലതും ഉണ്ടാവും, ഖുർആനിലും ഉണ്ടാവും. ഇനി പറഞ്ഞുതരാം. ഇനി നിനക്ക് ബാലവിവാഹം മാത്രമല്ല, നിങ്ങൾ ആദ്യം എന്റെ പേര് പറയാൻ പഠിച്ചിട്ട് വരൂ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയും. അപ്പൊ അതിനർത്ഥം ഒരാൾ ഫിഖ്ഹിൽ നിന്നൊരു തെളിവ് ഉദ്ധരിക്കുമ്പോ അയാൾ ഫിഖ്ഹിൽ നിന്നാണ് ഇസ്ലാം പഠിച്ചത്. കണ്ടോ, ഇതാണോ ഞാൻ പറഞ്ഞേക്ക്? വിശ്വാസപരമായ ഒരു കാര്യം പറയുമ്പോ നമ്മൾ അഖീദയുടെ പുസ്തകത്തിൽ നിന്ന് എടുക്കും, കർമ്മശാസ്ത്രം പറയുമ്പോ ഫിഖ്ഹിൽ നിന്ന് എടുക്കുക. ഞാൻ പറയുന്നത് ആ വിവരം പോലും ഇല്ല. അപ്പൊ നിങ്ങൾ പഠിച്ചതപ്പോ കാരണം നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഹദീസാണ്. മനസ്സിലായോ? ഫിഖ് അല്ല, അല്ലേ? മനസ്സിലായോ? അതിന്റെ ആണെന്ന് ഞാൻ നിന്നെ കൊണ്ട് തെളിയിപ്പിച്ചു തരാം. ഒന്ന് പറഞ്ഞേ. 5 വഖ്ത് നിസ്കാരം ഉണ്ട് ഖുർആനിൽ നിന്ന്. എന്റെ ഖുർആനിൽ നിന്ന് 5 വഖ്ത് നിസ്കാരം എടുക്കും. ഞാൻ ചോദിക്കുന്നത് എന്തെന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായി. ഖുർആനിന്റെ ആയത്ത് എന്തെന്നാണ് ഞാൻ പറഞ്ഞു കേൾപ്പിക്കും. ഒന്ന് ക്ഷമയോടെ, ഒരു മിനിറ്റ് ക്ഷമയോടെ കേൾക്കും. മനസ്സിലായോ? അതായത് ഞാനിപ്പോ പറഞ്ഞതിലുള്ള അഭിപ്രായം ആദ്യം പറ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു തീരട്ടെ, ഒരു മിനിറ്റ് അല്ലേ? അള്ളാഹുവിനെ നിങ്ങൾ പിന്തുടരുക, അതായത് ഖുർആനെ നിങ്ങൾ പിന്തുടരുക. റസൂലിനെ നിങ്ങൾ പിന്തുടരുക, അതായത് ഹദീസിനെ നിങ്ങൾ പിന്തുടരുക. മനസ്സിലായോ? നിങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെയും നിങ്ങൾ പിന്തുടരുക. ഇനി പണ്ഡിതന്മാർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിങ്ങൾ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക, അതായത് ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കുക. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ഇസ്ലാമികമായിട്ടുള്ള നിയമമുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ചോദിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ ഇതിനോടകം ചർച്ച ചെയ്യുകയും തീരുമാനത്തിലെത്തുകയും ചെയ്ത് അതിൽ നിർദ്ധാരണം വരുത്തിയിട്ടുള്ള സാധനങ്ങളാണ് ഫിഖ്ഹി നിയമമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതേ നിങ്ങളുടെ അടുത്ത് ഇനി ഞാൻ പറഞ്ഞുതരാം. വിവരക്കേട് എത്രത്തോളം പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം. ചോദ്യമാണെന്നേ, ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ഖുർആനും ഹദീസാണോ പിന്തുടരുന്നത്, അല്ലെങ്കിൽ ഫിഖ് ആണോ? ഞാൻ ഇതൊന്നും പിന്തുടരുന്ന ആളല്ല. നിങ്ങൾ തെളിവ് നോക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തെളിവ് നോക്കുന്നത് എല്ലാം, അതായത് ഇസ്ലാമിക ലോകം. പറഞ്ഞുതരാം സുഹൃത്തെ. ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതും ഇസ്ലാമിനെ വിമർശിക്കുന്നതും ഇസ്ലാമിനെ പഠിക്കുന്നതും ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ ഇസ്ലാമിക ലോകം പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്നാണ്. ആ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്, പറയട്ടെ സുഹൃത്തെ, എന്തിനെ ഇങ്ങനെ അസ്വസ്ഥത കാണിച്ചാൽ എങ്ങനെ ശരിയാവുക? അയ്യോ, ഞാൻ ചോദിക്കുന്നതാണ് അസ്വസ്ഥത. ഞാൻ പറയല്ലേ, പറയണിന്റെ ഇടയിൽ കയറിയിട്ട് എന്താ ചോദിക്കാനുള്ളത്? അല്ല, കേട്ടില്ല, അതുകൊണ്ടാണ്. കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇസ്ലാമിക ലോകം പൊതുവിൽ അംഗീകരിക്കുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ് നമ്മൾ എടുക്കുക. അപ്പൊ അതിലിപ്പോ ഇസ്ലാമിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു നിയമം നിങ്ങൾ എവിടെ പരിശോധിക്കുക? നിസ്കാരത്തിന്റെ ഷർത്തുകൾ, ഫർളുകൾ നിങ്ങൾ എവിടുന്ന് കിട്ടുന്നത്? ഒന്ന് പറഞ്ഞുതരോ? 5 വഖ്ത് നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന്, ഓരോ റക്അത്തും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും, എന്താണ് നിസ്കാരത്തിന്റെ ക്രമം എന്നും നിങ്ങൾ പഠിച്ചത് എവിടുന്ന? നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? നിങ്ങളൊരു മുസ്ലിം അല്ലേ? നിങ്ങളൊരു മുസ്ലിം അല്ലേ? ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ആർജവം കാണിക്കണം. എങ്കിൽ പറയൂ, നിങ്ങളൊരു വിദ്യാർത്ഥി ആയിരിക്കെ നിങ്ങൾ നിസ്കരിക്കുന്ന ക്രമവും രീതിയും പഠിച്ചത് എവിടുന്നാണ്? ഹദീസിൽ നിന്നാണ് പഠിച്ചത്. ഏത് ഹദീസിൽ നിന്നാണ് പഠിച്ചത്? നോണ പറയരുത്. ഇതൊക്കെ മദ്രസ, ഞാൻ മാത്രല്ല ഇത് കേൾക്കുന്ന വിശ്വാസികൾ മുഴുവൻ മദ്രസയിൽ പോയവരാണ്. അല്ല, പറയുന്നത് കേൾക്കുന്നത് ഹദീസിന്റെ വിവരണമല്ല പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. ഇല്ല, അത് പറയാം. ഹദീസിന്റെ വിവരം അത് പറയത്തില്ല. പിന്നെ പണ്ഡിതന്മാർക്ക് എവിടെ നിന്ന് കിട്ടി?
പണ്ഡിതന്മാർക്ക് എവിടെ നിന്ന്? അപ്പൊ ഫിഖ് എഴുതിയ പണ്ഡിതന്മാർക്ക് എവിടെ നിന്ന് കിട്ടി? ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ചിരിച്ചിട്ട് കാര്യമില്ല. മറുപടി പറ. താങ്കൾ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിച്ചത് എവിടുന്നാണ്? പറയേ, അത് പറ. താങ്കൾ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിച്ചത് എവിടുന്നാണ്? ശരി, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നിങ്ങൾ ഇപ്പൊ നിസ്കരിക്കുന്നത് പോലത്തെ ഒരു നിസ്കാരം, അതിന്റെ ക്രമം, അതിന്റെ രീതി, ഓരോ കാര്യങ്ങൾ അതിന്റെ ക്രമാനുഗതമായിട്ട് അതിന്റെ തർത്തീബിൽ നിസ്കാരം നിങ്ങൾ ഹദീസിൽ നിന്നോ ഖുർആനിൽ നിന്നോ 5 വഖത്ത് നിസ്കാരം ഇതേ സമയക്രമത്തിൽ ഇതേ റക്അത്തുകളുടെയും അടിസ്ഥാനത്തിൽ ഇതേ തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് സലാം വീട്ടുന്നവരെയുള്ള ക്രമത്തിൽ അവിടെ ചൊല്ലേണ്ട ദിക്റുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ മാത്രമായിട്ട് നിങ്ങൾ അത് എനിക്ക് എടുത്തു തരുമോ? എത്ര ദിവസം വേണം? നിങ്ങൾക്ക് ഒരു ദിവസം നാളെ ഈ ഞാൻ പറയുന്നത് കേട്ടോ അല്ലെ? നാളെ ഈ സമയത്ത് അല്ലേ? അല്ല, ഞാൻ മറുപടി പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾ പറയുന്നതില്ലേ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല പണ്ഡിതന്മാർ. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ റെക്കോർഡിംഗിൽ ഇതാണ്. അതെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇതിൽ തന്നെ റെക്കോർഡാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവുകളിൽ നിന്നാണ് പണ്ഡിതന്മാർ. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിങ്ങൾ എടുത്തതാണ്. നിങ്ങൾ ഞാനൊരു കാര്യം പറയുമ്പോ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തരണം. മനസ്സിലായോ? അവിടെ നിൽക്ക്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞു. ഒരു മിനിറ്റ്. അങ്ങനെ ഓടാൻ പറ്റില്ല എന്റെ മുന്നിൽ നിന്ന്. അവിടെ നിൽക്ക്, അടങ്ങ്, ബേജാറാവണ്ട. സെറ്റാക്കി തരാം. വെയിറ്റ് ചെയ്യ്. അതായത് സെറ്റാക്കിക്കോ. അതായത് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ ശരീഅത്തിന്റെ നിയമം പറഞ്ഞപ്പോ അതിന് ഖുർആനിൽ നിന്ന് നേരിട്ട് തെളിവ് വേണമെന്ന് പറഞ്ഞ മഹാനാണ് താങ്കൾ. ആ താങ്കളോടാണ് ഞാൻ നിസ്കാരത്തിലെ ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നോ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്, ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ബാലവിവാഹം അനുവദനീയമാണ് എന്നും അതിന് പിതാവോ വല്ലിപ്പയോ ആണെങ്കിൽ പെൺകുട്ടികളുടെ സമ്മതം പ്രസക്തമല്ല, ആവശ്യമില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ളത്, കർമ്മശാസ്ത്ര വിധികളിൽ എഴുതി വെച്ചിട്ടുള്ളത് മുഹമ്മദ് ആയിഷ വിവാഹത്തിന്റെ ഹദീസ് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. പറയട്ടെ നിങ്ങൾ കൊണ്ടുവരുന്ന തെളിവ് അപ്പൊ നിങ്ങൾക്ക് ഹദീസിൽ നിന്ന് ഞാൻ നിങ്ങൾ പറയണമായിരുന്നു. ഇത് നിങ്ങൾ പറഞ്ഞത് മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിച്ചത് പറഞ്ഞുതരാം. മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിച്ചത് ഹദീസിലുണ്ട്. ആയിഷയോട് സമ്മതം ചോദിച്ചിട്ടില്ല. ആയിഷക്ക് അറിയുമായിരുന്നില്ല കല്യാണമാണ് നടക്കാൻ പോകുന്നതെന്ന്. ഹദീസിന് തെളിവായോ? എന്താണ് ഹദീസിന് തെളിവായോ? എന്ത് തെളിവ്? എന്താണ് തെളിവ്? മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിക്കുന്നത് ആയിഷയുടെ സമ്മതപ്രകാരമല്ല എന്ന് ആയിഷയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണോ നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞത്? എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വിവാഹത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അത് ഇസ്ലാമിക നിയമം അതാണ് എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിക നിയമം എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? നിങ്ങൾ ഏതെങ്കിലും വിവാഹത്തിന്റെ ഇസ്ലാമിക നിയമം എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളല്ലേ പറഞ്ഞത് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല, നിങ്ങളാണ് പറയേണ്ടത്. അപ്പൊ എന്തറിയോ, നിങ്ങൾ ഈ മണ്ടത്തരം അഭിനയിച്ചിട്ട് കാര്യമില്ല. ഉത്തരം ആർക്കാൻ മുട്ടുന്ന കാണിച്ചു തരാം. ബഹളം ഉണ്ടാക്കല്ലേ? ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോ ഫോൺ കട്ട് ചെയ്ത് നിങ്ങൾ വിഷയം മാറ്റാണോ? പോയിന്റ് പറയട്ടെ. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാമിക നിയമം ഒരു മിനിറ്റ്. നിങ്ങൾ പിന്നെ ആഴ്ചയിലേക്കാണ് പോകുന്നത്. ഷെയിം ഓൺ യു. ഒരാൾക്ക് ഇത്ര അധപ്പതിക്കാൻ കഴിയുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതെനിക്കാണ് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായി. ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കിയിട്ട് ഇത് കേൾക്കുന്നവർ ഈ ഓഡിയോ നിങ്ങൾ എവിടെയാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പറഞ്ഞു തരും എനിക്ക്. ഇത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യോ?
ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഞാൻ കാര്യം പറയട്ടെ, ഇതിനു മുമ്പ് പല എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായി. പക്ഷെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ കട്ട് ചെയ്ത് പോകാൻ വേണം. എന്റെ ചാനലിലാണ് അത്. നിങ്ങൾക്ക് ചാനലിന്റെ പേരൊന്ന് പറയൂ. ചാനലിന്റെ പേരൊന്ന് പറയൂ. ANMRC. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ കേട്ടോ. അല്ല ഇപ്പൊ വേണ്ട. അല്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എനിക്കത് വേണം. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം. ഞാൻ ഇതേവരെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ആയിക്കോട്ടെ. നിങ്ങൾക്ക് വേണ്ടിട്ട് മാത്രമേ ഞാൻ. ആയിക്കോട്ടെ. നിങ്ങളുടെ ചാനലിന്റെ പേരെന്താണ്? ANMRC എന്നാണ്. അത് തുടങ്ങുമ്പോ നിങ്ങൾ ഒരു മിനിറ്റ് പറയട്ടെ. ഒരു മിനിറ്റ്. ANM പിന്നെ RCയോ? ANMRC ഒറ്റ അടിക്കുക. ANMRC.VE. ഇങ്ങനെ ചാനലുണ്ടോ യൂട്യൂബിൽ ഇപ്പോ? ഇല്ല. ഞാൻ നിങ്ങളുടെ വീഡിയോ പൊളിക്കാൻ വേണ്ടിട്ടില്ലേ. നിങ്ങൾക്ക് ചാനലുണ്ടോ? എനിക്ക് ചാനലുണ്ടെന്ന്. പക്ഷെ ചാനലിന്റെ പേര് പറയാൻ എത്ര ബേജാറ്? അല്ല ബേജാറ് എന്തിനാണ്? നിങ്ങളൊരു കാര്യം ചെയ്യോ? നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ? എന്തിനാന്നറിയോ? ഈ യുക്തിവാദിയെ പൊളിച്ചടുക്കിയ ഒരു ഇസ്ലാമിക പിന്നെ ധീരന്റെ ഫോട്ടോ, എന്നെ തോൽപ്പിച്ച നിങ്ങളുടെ ഫോട്ടോ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അതെ, നിങ്ങളുടെ പേര് അധിക്ഷേപിക്കാനില്ലേ നമ്പർ 1 ആണെന്നുള്ള എനിക്കറിയാം. ഇസ്ലാമിനെയും അതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ ഭരണഘടന ഉണ്ടല്ലോ, ഭരണഘടനയുടെ മഹത്വമൊക്കെ നിങ്ങൾ പറയും. ഭരണഘടന പറയണത് ഇസ്ലാമിനെയോ ഏതെങ്കിലും റിലീജിയസ് ഇതിനെയോ അവഹേളിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ? എന്നിട്ട് നിങ്ങൾ ഭരണഘടന ചോദിക്കാനായിട്ട് ഇനിയുണ്ട് നിങ്ങളോട് ചോദിക്കാൻ. ഇല്ല, ഇത് തീരുമാനാക്കണം. ഇസ്ലാമിൽ ബാലവിവാഹം, ശൈശവ വിവാഹം അനുവദനീയമാണോ എന്നും ആ കന്യകയായിട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വാപ്പക്കോ വല്യപ്പക്കോ അവകാശം ഇസ്ലാമിക ശരീഅത്തിൽ ഉണ്ടോ എന്നും ഇസ്ലാമിക നിയമത്തിൽ അത് അനുവദിക്കുന്നുണ്ടോ എന്നും അത് തെളിയിച്ചിട്ട് അടുത്ത പണി എടുത്താൽ മതി. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്നെ തോൽപ്പിച്ച ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ഫോട്ടോ കൂടി വെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളൊരു ഭീരുവാണോ? നിങ്ങളൊരു ഭീരുവാണോ? ആണോ? നിങ്ങളോട് ചോദിക്കണം. നിങ്ങളോടല്ലേ ചോദിക്കണം, വേറെ ആരോടല്ലേ? നിങ്ങളൊരു ഭീരുവാണോ? ശൈശവിവാഹം തുടങ്ങിയത് എവിടെയാണ്? നിങ്ങളൊരു ഭീരുവാണോ അല്ലേ? എന്റെ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളൊരു ഭീരുവാണോ അല്ലേ? എവിടെയാണ്? എവിടെ തുടങ്ങിയെന്ന് അറിയില്ല. ഇസ്ലാമിലുണ്ട്. അറിയില്ല. ഇസ്ലാമിൽ അനുവാദമുണ്ട്. ഇസ്ലാമിൽ ഇപ്പോഴും ഹലാലാണ്. അല്ല, ലോകത്തിലെ എവിടെയാണ് ഇസ്ലാമിൽ ഹലാലാണ്? അറിയില്ല. അടിമത്തം തുടങ്ങിയത് എവിടെയാണ്? നിങ്ങൾക്ക് അറിയില്ല. ഇസ്ലാമിൽ ഹലാലാണ്. നിങ്ങൾക്ക് അറിയില്ല. ആദ്യത്തെ ശൈശവ വിവാഹം ആരായിരുന്നു? എന്താണ്? ആദ്യം ശൈശവ വിവാഹം കഴിച്ച ആരായിരുന്നു? ശൈശവം കഴിച്ചത് സ്റ്റീഫൻ ജോസഫ്. ആദ്യത്തെ ശൈശവ വിവാഹം? ആദ്യത്തെ ശൈശവ വിവാഹം പറഞ്ഞത് സ്റ്റീഫൻ ജോസഫ്. ആരാണ് ഈ സ്റ്റീഫൻ ജോസഫ്? ഏത് നൂറ്റാണ്ടില്? മെസൊപ്പൊട്ടോമിയ 3500 BCE. അതിന്റെ മുമ്പ് ആളുകൾ പിന്നെ ശൈശവ വിവാഹം കഴിച്ചിട്ടില്ല. ഇല്ല, മെസൊപ്പൊട്ടോമിയയിൽ BCE 3500 സ്റ്റാർട്ട് ചെയ്തത്. അതെ, ആ ഡേറ്റ് അറിയോ? ഇത് പ്രാക്ടീസ് ചെയ്ത് ആരാണ്? അങ്ങനെയുള്ള ആൾക്കാരൊക്കെ റോമിലാണ്. എനിക്ക് മനസ്സിലായില്ല. പിന്നെ നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിംഗ് പറയാത്ത എന്തോ നല്ല കാലം. എന്താണ് നിങ്ങൾ ഇനി അവിടെ നിൽക്ക്. ഇനി വിഷയം വിട്ട് ഓടിപ്പോകണ്ട. നിങ്ങൾ ഭീരുവാണോ അല്ലേ എന്നുള്ള എന്റെ ചോദ്യത്തിന് മറുപടി പറയും. നിങ്ങളൊരു ഭീരുവാണോ അല്ലേ എന്ന് നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. അതിന് പറയാൻ ധൈര്യമില്ലേ? അതിനും നിങ്ങൾക്ക് മറുപടിയില്ലേ? നിങ്ങളൊരു ഭീരുവാണോ അല്ലേ എന്ന് നിങ്ങളോട് നേരിട്ട് ചോദിക്കാണ്. നിങ്ങളൊരു ഭീരുവാണോ അല്ലേ എന്ന് നിങ്ങളോട് ഞാൻ നേരിട്ട് ചോദിക്കാണ്. അല്ല എങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരൂ. നിങ്ങൾ എന്നെ മലർത്തി അടിച്ച പറഞ്ഞുതരാം. എന്തിനാന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ മലർത്തി അടിച്ച് ഉത്തരം മുട്ടിച്ച് തോൽപ്പിച്ച് എന്റെ കളവ് പൊളിച്ചു. നിങ്ങൾ എന്തെങ്ങനെ നിങ്ങൾ ഇല്ലില്ല, നമ്മൾ ഒന്ന് തീർക്ക ആദ്യം.
ഇപ്പൊ തുടങ്ങിയത് തീർക്കാം. ഒന്നാമത്തെ ഒന്ന് കഴിഞ്ഞിട്ടല്ലേ അടുത്തത്? അല്ലല്ല, ഒരു മിനിറ്റ്. ഒന്ന് കഴിഞ്ഞിട്ടല്ലേ അടുത്തത്? ഒരെണ്ണം കഴിഞ്ഞിട്ടല്ലേ അടുത്തത്? സുഹൃത്തെ, ഒന്ന് കഴിഞ്ഞിട്ടല്ലേ രണ്ട്? അതെ. അപ്പൊ ഒന്ന് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഇത് തീരുമാനമാവട്ടെ. ഒന്ന് നിങ്ങൾ തോറ്റല്ലോ. എവിടെ തോറ്റത്? നിങ്ങൾ പറഞ്ഞില്ലേ എന്ത്? ഇസ്ലാമിക വിഭാഗത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്ന്. നിങ്ങൾ അതിന് ഫിഖിൽ നിന്നല്ലേ? ഫിഖിൽ നിന്നല്ല, ഹദീസിൽ നിന്ന് തരാം. ഹദീസിൽ നിന്ന് മതിയോ? ഖുർആനിൽ നിന്ന് മതിയോ? മതി. പറഞ്ഞു. അപ്പം ഹദീസിൽ നിന്ന് നമ്മൾ ഇസ്ലാമിക വിവാഹ നിയമങ്ങൾ നമുക്ക് എവിടുന്ന കിട്ടുക? നിങ്ങൾ തെളിവ് കാണിക്കും. എവിടുന്ന കിട്ടുക പറയൂ സുഹൃത്തെ. നിങ്ങൾക്കറിയില്ല അപ്പൊ ഇതൊന്നും? ഇല്ല, എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് ശരി, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ആൾക്കാരെ പറ്റിക്കാം, നിങ്ങൾ പറഞ്ഞു തരും. യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ എവിടെയാണ്? നിന്നും ഹദീസിൽ നിന്നും ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ എന്ന് നമുക്ക് എവിടുന്ന കിട്ടുക? അത് ശരി, നിങ്ങളപ്പോ അത് പോയി പഠിക്കും. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞു തരും. എനിക്കറിയില്ല, പറഞ്ഞു നിങ്ങൾ പഠിക്കേ. നിങ്ങളല്ലേ പറയൂ സുഹൃത്തെ, എനിക്കറിയില്ലേ. പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. വിവാഹത്തില് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, അത് ഇസ്ലാമിക നിയമമാണ്. ഞാൻ പഠിച്ചത് ഫിഖ് എന്നാണല്ലോ. ഞാൻ ഇസ്ലാമിക നിയമം എന്ന് തെറ്റിദ്ധരിച്ചത് ഫിഖിനെയാണല്ലോ. അത് തെറ്റാണല്ലോ. അത് തെറ്റാണല്ലോ. അപ്പൊ ഇനി ശരിക്കും എവിടുന്നാണ് ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ എഴുതി വെച്ച കിതാബിന്റെ പേര് പറയൂ. ഇസ്ലാമിന്റെ വിവാഹ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ തെളിവില്ലാതെ സംസാരിക്കുന്നു. അല്ല, ഞാൻ ഫിഖിലാണ്. ഞാൻ അതാ വിചാരിച്ചത്, ഇസ്ലാമിലെ കർമ്മശാസ്ത്രമൊക്കെ ഫിഖിലാണെന്ന് വിചാരിച്ചത്. അപ്പൊ പിന്നെ നിങ്ങൾ ദീൻ പഠിച്ചിരിക്കുന്ന? ഇല്ല, ഞാൻ പഠിച്ചത് തെറ്റി. ഞാൻ പഠിച്ചത് തെറ്റി. നിങ്ങൾ പറയും, എവിടെയാണ് പറയുന്നത്? എനിക്ക് പഠിക്കാനാണ്. ഉളുപ്പില്ലാത്ത പണിക്ക് നിൽക്കല്ലേ, ഉളുപ്പില്ലാത്ത പരിപാടിയല്ലേ. ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ എഴുതി വെച്ച കിതാബിന്റെ പേര് പറയൂ. എനിക്ക് ഉളുപ്പില്ലാത്ത പരിപാടിക്ക് ചെയ്യല്ലേ. എനിക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നേ ഉള്ളൂ. ഓരോ എല്ലാവർക്കുള്ള മരുന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. പറ സുഹൃത്തെ. ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് കർമ്മശാസ്ത്ര കാര്യങ്ങളൊക്കെ ഫിഖിഹാണെന്നാ മനസ്സിലാക്കിയത്. ബഹളം ഉണ്ടാക്കല്ലേ. പറയട്ടെ. നിങ്ങൾ പറയുന്നു അത് അങ്ങനെയല്ല. അങ്ങനെയല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അങ്ങനെ ഒരു വാദം ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താ നിങ്ങളെ വാദം? ഇസ്ലാമിലെ ഫിഖ് എന്ന് പറഞ്ഞിട്ട് കർമ്മശാസ്ത്രം എന്നൊരു ശാഖ ഇസ്ലാമിലുണ്ടോ? ഞാൻ ചോദിക്കുന്നത് കർമ്മശാസ്ത്ര 3 ചോദ്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഒളിച്ചോടുന്നത്. 3 കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഭീരുവിനെ പോലെ പിന്മാറുന്നത്. 3 ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. കേട്ടോ. നിങ്ങൾ പറഞ്ഞത് ഹദീസും ഖുർആനിൽ നിന്നും കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് തെളിവ് കിട്ടും എല്ലാ കാര്യത്തിനും എന്നാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ ഹദീസ് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹദീസാണ് തെളിവുകളുടെ അടിസ്ഥാനം ആണ്. അല്ലാന്ന് ആരെങ്കിലും പറയുന്നത് എന്തെന്നാണ്? അല്ലാന്ന് ആരാ പറഞ്ഞത്? എന്താണ് ഈ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകളുടെ തെളിവിന്റെ അടിസ്ഥാനം എന്താപ്പോ? അവർക്ക് തെളിവ് സ്വീകരിക്കുന്നത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് ഫിഖ്ഹിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഫിഖ്ഹിൽ നിന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ തെളിവായില്ലേ? ഫിഖ്ഹിൽ നിന്ന് മാത്രം നമുക്ക് ഒരു തെളിവെടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അത് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ അല്ലേ അതിലുള്ളത്. ആരാണ് സുഹൃത്തെ ഇത് എഴുതി വെച്ചത്? ഞാൻ ചോദിക്കുന്നതേ നിങ്ങൾ പറഞ്ഞു തരാമെന്നേ. നിങ്ങൾ എവിടേക്കായി ഓടുന്നത്? നിങ്ങൾ ഒരു പോയിന്റിൽ നിൽക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പരക്കം പായെന്ന് പറഞ്ഞിട്ട് കുറച്ചേരായല്ലോ. 3 കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഒളിച്ചോടുന്നത്. 3 കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞു തരാം. ഞാൻ ചോദിച്ചതിന്റെ വിവാഹത്തിന് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, അത് ഇസ്ലാമിക നിയമമാണെന്ന് നിങ്ങൾ ഇസ്ലാമിക വിവാഹത്തിലെ മുസ്ലിം സ്ത്രീ എന്ന വീഡിയോയിൽ 29ാമത്തെ സെക്കൻഡ് മുതൽ 42ാമത്തെ സെക്കൻഡ് വരെയുള്ളതിൽ നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞാനാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അതിന് എവിടെയാണ് ഇസ്ലാമിക നിയമത്തിൽ തെളിവെന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഫിഖിൽ നിന്നാണ് തെളിവ് കിട്ടിയെന്ന് പറഞ്ഞു. മനസ്സിലായി? ഫിഖിൽ നിന്നുള്ള തെളിവ് ഫിഖിൽ നിന്നുള്ള നിങ്ങൾ ദീൻ പഠിച്ചിരിക്കുന്നതെന്നാണ്. അപ്പൊ അതല്ലേ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ സെന്റൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് തിരിച്ചു പറഞ്ഞു തരട്ടെ? പറഞ്ഞോ. ഓക്കെ. ഇസ്ലാമിലെ ഒരു മതനിയമം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ക്രോഡീകരിച്ച് എഴുതപ്പെട്ട ഒരു വിജ്ഞാന ശാഖയാണ് ഫിഖ്. ആണോ? ഇസ്ലാമിൽ നിന്നും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഒരു രേഖയാണ് ഫിഖ്. അങ്ങനെ വരുമ്പോ ഇസ്ലാമിക ലോകത്ത് എല്ലാ മതസംഘടനകളും അംഗീകരിക്കുന്ന
എല്ലാ മതസമൂഹങ്ങളും അംഗീകരിക്കുന്ന, എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു ഫിഖ്ഹി നിയമം ഖുർആനിനോ ഹദീസിനോ വിരുദ്ധമാവുമോ? ആ നിയമത്തിന് തെളിവുണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ. ചോദിക്കുന്നതിന് മറുപടി പറ സുഹൃത്തെ, ചോദിക്കുന്നതിന് മറുപടി പറ. പറഞ്ഞത് ഫിഖ്ഹിൽ ഒരു കാര്യമുണ്ട്, അത് ഖുർആനും ഹദീസായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ അത് തള്ളപ്പെടണം. അതാണ് മറുപടി. ആരാ തള്ളേണ്ടത്? പണ്ഡിതന്മാർ തള്ളണം, അല്ലെങ്കിൽ വിശ്വാസികൾ തള്ളണം. പണ്ഡിതന്മാർ തള്ളിയില്ലെങ്കിൽ വിശ്വാസികൾ തള്ളണം. അപ്പൊ പണ്ഡിതന്മാരും വിശ്വാസികളും തള്ളാത്ത ഒരു കാര്യം, ഒരു മിനിറ്റ്, പണ്ഡിതന്മാരും വിശ്വാസികളും ഇതുവരെ തള്ളിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ പണ്ഡിതന്മാരെയാണോ ഫോളോ ചെയ്യുന്നത്? അത് പറ. നിങ്ങൾക്ക് എന്തറിയോ, എനിക്ക് സമയമില്ല നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ സമയമില്ല കേട്ടോ. നിങ്ങൾ 3 കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. എത്ര വേഗം ഉണ്ടല്ലോ, എത്ര വേഗം നിങ്ങൾ ഫോൺ വിട്ട്, കാരണം ഇനിയും ഉണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. യൂട്യൂബിലെ ഫോട്ടോ തരും, അറിവില്ലാത്ത ഫോട്ടോ തരുന്ന പോലല്ല, അറിവുള്ളവരോട് മുട്ടിയാൽ നിങ്ങളുടെ കളസം കയറി പോകും. അതെ, നിങ്ങളുടെ ഫോട്ടോ തരുമോ? എന്റെ കീറിയ കളസത്തിന്റെ കൂടെ വെക്കാനാ? നിങ്ങളുടെ ഫോട്ടോയും എന്റെ കീറിയ കളസത്തിന്റെ ഫോട്ടോയും കൂടെ ചേർത്ത് വെക്കാൻ വേണ്ടിട്ടാ? അത് നിങ്ങൾ ഒറ്റയ്ക്ക് വെച്ചാൽ മതി. നിങ്ങൾക്ക് പേടിയാ? എന്നെ തോൽപ്പിച്ച ഒരു ധീരന്റെ ഫോട്ടോ നാട്ടുകാർ കണ്ടേ? യൂട്യൂബിന് ചേർന്നതേ നിങ്ങളുടെ യൂട്യൂബിൽ ചേർന്നതേ നിങ്ങളുടെ കീറിയ കളസം തന്നെയാണ്. നിങ്ങളുടെ യൂട്യൂബിന് ചേർന്നതേ ഇനി കേട്ടോ, തന്നെയാണ്. ഇനി കേട്ടോ, ഇനി കേട്ടോ, ഇനി കേട്ടോ. മുഹമ്മദ് നബി ആയിഷ നമ്മൾ ഇതാക്കേണ്ടതെന്ന് അറിയാട്ടോ. നിങ്ങൾ ഇസ്ലാമിനെ ഉണ്ടല്ലോ അവഹേളിക്കുന്ന വ്യക്തി. ഇസ്ലാം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ഗോത്ര നിയമമാണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങേയറ്റം നികൃഷ്ടമായ, നീചമായ ഒരു ഗോത്ര നിയമമാണ്. എന്റെ അഭിപ്രായമല്ല, ഫിഖ്ഹിലും ഖുർആനിലും ഹദീസിലും എല്ലാം തന്നെയുള്ളത്. ഇസ്ലാമിലെ ഏറ്റവും അധർമ്മമായിട്ടുള്ള കാര്യം എന്താണ്? പറയ്. ഇഷ്ടം പോലെ. അടിമത്തം. ഏറ്റവും അധർമ്മം, ഏറ്റവും വലിയ അടിമത്തം. അടിമത്തോ? ഏറ്റവും വലിയ അധർമ്മം ഇസ്ലാമിലെ അടിമത്തമാണ്. നിങ്ങളുടെ പൊന്നോ, ഏറ്റവും വലിയ നിങ്ങളുടെ അന്ധവിശ്വാസത്തെ കുറിച്ചല്ല ചോദിച്ചത്. നിങ്ങൾ വലിയ ഇസ്ലാമിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റെന്താന്ന് നിങ്ങൾക്ക് അറിയില്ല ഇത്ര നാളായിട്ടും? അടിമത്തോടാ ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റ്. പറഞ്ഞുതരാം. തൊള്ള പൂട്ടോ? നിങ്ങളുടെ സംസ്കാരം ആൾക്കാർ കേൾക്കട്ടെ. ഓരോ ആളുകൾക്ക് ഓരോ ആളുകൾ അർഹിക്കുന്നത് കിട്ടും. സംസാരിക്കാൻ പറ്റുള്ളൂ. മാന്യമായതായിട്ടല്ലാത്ത ഒരു വാക്കും പ്രയോഗിച്ചിട്ടില്ല. നിങ്ങൾ ഇത് ആളുകൾ തീരുമാനിക്കട്ടെ. നമ്മളല്ലല്ലോ നമുക്ക് മാർക്കിടുന്നത്, നിങ്ങളാണോ നിനക്ക് മാർക്കിടുന്നത്? കാണുന്നവരാരാണ്? നിങ്ങളുടെ സ്ഥിരം കുറ്റികളല്ലേ? നിങ്ങൾ കുറ്റികളെ വിളിച്ചിട്ട് വരൂ. നിങ്ങളെ കുറ്റികളെ നിങ്ങൾ വിളിച്ചിട്ട് വരില്ല. നിങ്ങളെ ആളുകളെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ തോൽപ്പിച്ച നാട്ടുകാർ അറിയണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല. നിങ്ങളൊരു ഭീരുവാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഒരു മിനിറ്റ് പറഞ്ഞുതരാം. കേട്ടോ. ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇസ്ലാമിലുള്ള ഏറ്റവും വലിയ തിന്മ എന്താണെന്ന് എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയാ, മാനവികതയുടെ അടിസ്ഥാനത്തിൽ ആധുനിക മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോ വെയിറ്റ് സുഹൃത്തെ, വെയിറ്റ്. അപ്പം നമ്മളൊരു മനുഷ്യന്റെ ഭൗതികമായ നോട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇസ്ലാമിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും മോശം കാര്യം എന്ന് പറയുന്നത് അടിമത്തം അനുവദിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയാ. അല്ലാതെ നിങ്ങളോട് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഒരു മിനിറ്റ്. സ്വന്തം അമ്മയെ വ്യഭിചരിക്കലാണോ ഷിർക്കാണോ ഏറ്റവും വലിയ തിന്മ? ഷിർക്ക് അല്ലേ? അല്ലേ? അതെ, അതാണ് ഇസ്ലാം. നിങ്ങളെ മനസ്സിലായോ? ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇസ്ലാം. അതിന്റെ ഇത്രോളം പറഞ്ഞിട്ട് കേട്ടോ. നിങ്ങൾ ഇതിക്ക് മുമ്പ് ഞാൻ സംസാരിച്ച വീഡിയോയിലെ നിങ്ങൾ പറഞ്ഞെന്താണെന്നറിയാമോ? ഏറ്റവും ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റെന്താന്ന് എന്നോട് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഷിർക്കാണെന്നാ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ അടിമത്തമാണെന്ന് പറയുന്നു. ആ വീഡിയോയും നിങ്ങൾ പറയുന്നതും കൂടി ചേർത്ത് നമ്മൾ സാമാന്യമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനും ഗ്രഹിക്കാനും കഴിവുള്ള ആൾക്കാരോട് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? അത് മനസ്സിലായി. 3 കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ബീരുവിനെ പോലെ ഒളിച്ചോടുന്നു. പറഞ്ഞുതരാം. എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ബഹളം ഉണ്ടാക്കുന്നത് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന പുതിയ സ്ട്രാറ്റജിയാണ്. ബളബള ജിഹാദാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്. ബഹളം ഉണ്ടാക്കുക എന്നുള്ളതാണ് പുതിയ തന്ത്രം.
മനസ്സിലായോ? ബഹളമുണ്ടാക്കി എന്നെ സംസാരിക്കാൻ സമ്മതിക്കാതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പുതിയ തന്ത്രം. ഇതൊക്കെ നാറിയ തന്ത്രമാണ്. മനസ്സിലായോ? ഞാൻ പറയാം, 3 കാര്യങ്ങൾ പറയാം. നമ്മൾ ഇന്നത്തെ സംഭാഷണത്തിന്റെ രത്ന ചുരുക്കം ഞാൻ പറയാം. നിങ്ങൾ എന്നോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഇസ്ലാമിലെ വിവാഹ നിയമവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ ഒരു നിയമം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കർമ്മശാസ്ത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചാൽ മതി. കാരണം കർമ്മശാസ്ത്ര വിധിയിൽ പറയട്ടെ സുഹൃത്തെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, വിശ്വാസികൾ കൂടി വേണ്ടിയിട്ടാണ്. അവർ മനസ്സിലാക്കട്ടെ. അതോട് കേൾക്ക്. അപ്പൊ കർമ്മശാസ്ത്ര വിധിയിലാണ് ഏതൊരു കർമ്മവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ജീവിതത്തിലെ ഭൗതിക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന്റെ മതവിധി അറിയാൻ വേണ്ടി വിശ്വാസികൾ ആശ്രയിക്കുന്നത് കർമ്മശാസ്ത്രത്തെയാണ്. കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഖുർആനിന്റെയും ഹദീസ്. അവിടെ നിൽക്ക് സുഹൃത്തെ, അവിടെ നിൽക്ക്. എന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്? നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഞാൻ പറയുന്ന കാര്യം ആളുകൾ കേൾക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ അവിടെ നിൽക്കൂ, ഞാൻ പറയട്ടെ. ഞാൻ ഇന്നത്തെ മൂന്ന് പോയിന്റ് എനിക്ക് പറയാനുണ്ട്. അത് പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ആ 1ാമത്തെ പോയിന്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മതപരമായി ഒരു കർമ്മശാസ്ത്ര വിഷയത്തിൽ, ഒരു മത നിയമത്തിൽ ആൾ ആശ്രയിക്കുന്നതും അത് പ്രതിപാദിക്കുന്നതും കർമ്മശാസ്ത്രത്തിലാണ്. കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിഖ്ഹാണ്. അത് ഷഹാദത്ത് കലിമ എങ്ങനെ ചൊല്ലണം എന്ന് തുടങ്ങി മരിച്ചാൽ ഖബറിൽ വെച്ചതിന് ശേഷം എങ്ങനെ പിരിഞ്ഞു പോകണം എന്നതുവരെയുള്ള സകല കാര്യങ്ങളും അതിന്റെ മസ്അലകളൊക്കെ എഴുതി വെക്കുന്നത് ഫിഖ്ഹിലാണ്. ഈ ഫിഖ്ഹ് നമ്മൾ ഏതെങ്കിലും ഒരു മതവിമർശകൻ പറയുന്നതല്ല. അത് പണ്ഡിതന്മാര് ഖുർആനിന്റെയും ഹദീസിന്റെയും ഇജ്മാകളുടെയും ഖിയാസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് ക്രോഡീകരിച്ച് അഭിപ്രായ ഭിന്നതകൾ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തുകൊണ്ടും കർമ്മശാസ്ത്ര വിധികൾ എഴുതി വെക്കും. അത്തരം ഗ്രന്ഥങ്ങളുടെ പേരാണ് ഫിഖ്ഹ്. അപ്പൊ ഫിഖ്ഹിൽ ഒരു കാര്യം പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായം പറഞ്ഞാൽ പറയട്ടെ സുഹൃത്ത്, നിങ്ങൾക്ക് പറയട്ടെ. നിങ്ങൾ എന്തിനാ ഇടയിൽ കയറുന്നത്? നിങ്ങൾ എന്തിനാണ് ഇടയിൽ കയറുന്നത്? ഞാൻ 3 പോയിന്റ് പറയട്ടെ. 1ാമത്തെ പോയിന്റാണിത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ വിവാഹ നിയമം എന്ന് പറയുമ്പോൾ ആ വിവാഹം നിയമമായിട്ട് എഴുതി വെക്കുന്നത് ഫിഖ്ഹിൽ മാത്രമേ ഉള്ളൂ. കർമ്മശാസ്ത്രത്തിൽ മാത്രമാണ് ഒരു പ്രത്യേക കാര്യത്തെ ക്രോഡീകരിച്ച് അതിന്റെ ക്രമാനുഗതമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള നിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, ഈ സുന്നികളുടെ ഇതര വിഭാഗങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന കർമ്മശാസ്ത്ര വിധി അനുസരിച്ച് ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ സ്വന്തം പിതാവോ പിതാവിന്റെ പിതാവ് അല്ലെങ്കിൽ വല്ലിപ്പയോ അനുയോജ്യനാണെന്ന് അയാൾക്ക് തോന്നുന്ന ഒരു വരനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൽ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ അനുവദനീയമാണ് എന്ന് മതനിയമം ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ഒരു എന്തിനാണ് നിങ്ങൾ ഈ ഒച്ചയിടുന്നത്? എന്തിനാണ് ഈ ഒച്ചയിടുന്നത്? എന്തിനാ നിങ്ങൾ ബേജാറാവുന്നത്? നിങ്ങൾ ബഹളം വെക്കുന്ന ഇടയ്ക്ക് കയറുന്ന എന്തിനാ? ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ അവിടെ ഇരിക്കൂ. നിങ്ങൾക്ക് അതിന് ആർജവം ഉണ്ടെങ്കിൽ അവിടെ മിണ്ടാതിരിക്കൂ. ഇത് പൂർത്തീകരിക്കാൻ സമ്മതിക്കൂ. പൂർത്തീകരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ പറയുന്ന തെറ്റുകൾ നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇത് നിങ്ങളോടേ അല്ല പറയുന്നത്, ഇത് കേൾക്കുന്ന ആളുകളോടാണ് പറയുന്നത്. മനസ്സിലായോ? അതാണ് പറഞ്ഞത്, കേൾക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. എന്ത് മനസ്സിലായ? ഇസ്ലാമിന്റെ നിയമമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ ഇസ്ലാമിന്റെ നിയമമല്ല, ഖുർആനിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ ഈ 3 കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരവുണ്ട്. നിങ്ങൾ ഇങ്ങനെ അസഹിഷ്ണുതയാവരുത്, നിങ്ങൾ ഇങ്ങനെ അക്ഷമനാകരുത്. കള്ളങ്ങള് ഞാൻ കള്ളമാണ് പറയുന്നതെങ്കിൽ അത് നാട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവൂലേ? ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവൂലേ? വിശ്വാസികൾക്ക് നിങ്ങൾ പ്രചരിപ്പിക്കൂ. ലിയാഖത്ത് പറഞ്ഞ കള്ളം നിങ്ങൾ പ്രചരിപ്പിക്കൂ, വിശ്വാസികൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെന്താ പ്രശ്നം? അപ്പൊ വെയിറ്റ് ചെയ്യൂ. അപ്പോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുമ്പോ അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൃത്യമായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് അത് ഖുർആനല്ല, അത് ഹദീസല്ല എന്ന്. അടിസ്ഥാനപരമായിട്ട് എന്താണ് ഫിഖ്ഹ് എന്ന സാമാന്യ ജ്ഞാനമുള്ള ഒരാൾ അത് പറയില്ല. അപ്പൊ ഇവിടെ ആ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടല്ല, ഇവിടെ ഒരു എന്താ പറയാ, ഒരു പുകമറയുണ്ടാക്കി ഒരു നിയമത്തെ മറച്ചൊടിക്കും, ഞാൻ നുണ പറയുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള കാപട്യമാണ് ഇപ്പോൾ കാണിച്ചത്. അതേ പോയിന്റിൽ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇങ്ങനെ ഫിഖ്ഹിൽ നിന്നും ഹദീസ് നിങ്ങൾ ബഹളം ഉണ്ടാക്കല്. ഇത് പറയട്ടെ,
3 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് വളരെ ചെറുതായിട്ട് പറയാം. രണ്ടാമത്തെ പോയിന്റ്, അപ്പൊ ഫിഖ് അല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം, അത് ഖുർആനും ഹദീസും ആണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഇസ്ലാമിക നിയമങ്ങൾ ഫിഖിൽ നിന്ന് കിട്ടും. പറയട്ടെ, ഞാൻ ഇത് പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അതിന് നിങ്ങൾക്ക് പറ്റെങ്കിൽ പ്രേക്ഷകരോടാണ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു വീഡിയോ അങ്ങനെ ചെയ്യില്ലേ. നിങ്ങൾ കേൾക്കണം, എന്നിട്ട് നിങ്ങൾ പ്രതികരിച്ചോളൂ. നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഇത് ശേഷം ഞാൻ ഈ 3 പോയിന്റ് പറഞ്ഞതിന് ശേഷം ആ 3 പോയിന്റിനോടുള്ള നിങ്ങളെ പ്രതികരണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ, കുഴപ്പമില്ല. മനസ്സിലായി? പ്രതികരണം ഇല്ല, പറഞ്ഞിട്ടില്ല. ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ അക്ഷമനാവുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പണികളാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ ബേജാറാവുന്നത്? നിങ്ങൾ ഇത്ര നാളെ പറയട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇസ്ലാമിക നിയമം നേരിട്ട് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ കിട്ടണം. നിങ്ങൾ ഏറ്റെടുത്ത ഒരു ചലഞ്ചിൽ നിന്ന് നിങ്ങൾ ഒളിച്ചു പോവാണ്. നിങ്ങൾ ഭീരുവാണ്. നിങ്ങൾ പറയുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരു ദിവസം ഫിഖിനെ അല്ല ഇസ്ലാം ബഹളം ഉണ്ടാക്കണ്ട. ബില്യണിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അതൊന്നും കാര്യമില്ല. എന്നിട്ട് നിങ്ങൾ ഒന്നും കാര്യമില്ല. നുണ പറയുന്നവരാണ്. നുണയന്മാരാണ്. നിങ്ങൾ ഇവിടെ പറയുന്നത് നുണയാണ്. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത് നുണയാണ്. നിങ്ങൾ നുണ പറയുകയാണ്. പറഞ്ഞുതരാം. ഞാൻ തെളിവ് പറയണേ. നിങ്ങൾ ബഹളം വെക്കുന്നു. ഞാനത് പറയുമ്പോ നിങ്ങൾ ബഹളം വെക്കുന്നതാണ്. നിങ്ങൾ നുണ പറയുകയായിരുന്നു എന്നതിന്റെ തെളിവ്. മറ്റൊരു റിലീജിയസ് ബുക്കിനെ അവഹേളിക്കുന്നതില്ലേ പബ്ലിക് പ്ലേസിൽ? നിങ്ങൾ ഭീരുവാണ്. നിങ്ങളൊരു ഭീരുവാണ്. നിങ്ങൾ 3 കാര്യത്തിൽ ഭീരുത്വം കാണിക്കുന്നു. പറഞ്ഞുതരാം. അതൊക്കെ ആരാ പറഞ്ഞു തുടങ്ങിയത്? സംസാരത്തിൽ ആരാണ് ആദ്യം ആരാണ് ആ വാക്കുകളൊക്കെ ആദ്യം ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കൂ. ലിയാഖത്ത് അടിപൊളി, സൂപ്പർ, ലിയാഖത്ത് വന്നു തേങ്ങി പോയി എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിക്കും. അതൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി. നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ പ്രചരിപ്പിക്കൂ. നിങ്ങൾ എന്നെ മലർത്തി അടിച്ചില്ലേ? നിങ്ങളുടെ ആളുകൾക്ക് എത്തിക്കൂ. നിങ്ങൾ എന്താ ബേജാറാവുന്നേ? നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളൊരു വിവരമുള്ള ഒരാളെ കൊണ്ടുപോവാ. ധൈര്യം ഉണ്ടോ? ഈ വിഷയം നീ പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടോ? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് കാണിക്കാനുണ്ടോ നിങ്ങൾക്ക്? അതല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്ത് ബേജാറാവണേ? ഞാൻ ഇത് പറയട്ടെ സുഹൃത്തെ. ഇത്ര നാളും ഞാൻ പറയട്ടെ. ഞാനിപ്പോ അതിന് തെളിവ് ചോദിച്ചപ്പോ നിങ്ങൾ ഫിഖിലേക്ക് പോകുന്നു. ഇത്ര നാള് നിങ്ങൾ ഖുർആനിലെ ഹദീസിനെ വിമർശിച്ചത്. ശരി. പിന്നെന്താണ് ഇപ്പൊ മാത്രം നിങ്ങൾക്ക് ഫിഖ്? ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആന ഇസ്ലാമിക നിയമം ഖുർആനും ഹദീസുമാണ്. സമ്മതിച്ചു. ഇനി ഇത് രണ്ടാമത്തെ പോയിന്റ് പറയാൻ നിങ്ങൾ എന്നെ സഹായിച്ചു. ഒരിക്കൽ കൂടി രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഇസ്ലാമിക നിയമം നമുക്ക് എവിടുന്ന കിട്ടുക? ഖുർആനിന്നും ഹദീസിന്നുമാണ് കിട്ടുക. ഫിഖ് അല്ല ഇസ്ലാമിന്റെ നിയമത്തിന്റെ സ്രോതസ്. ഫിഖിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറയട്ടെ എന്തിനാണ് ഞാൻ നേരത്തെ തൂറി മഴുക എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നി. പക്ഷെ നിങ്ങൾ ഇപ്പൊ ചെയ്യണ എന്താ? പറയട്ടെ. അപ്പൊ കർമ്മശാസ്ത്രത്തിൽ നിന്ന് ഞാൻ ഇസ്ലാമിക നിയമം പറയുമ്പോൾ ഞാൻ കർമ്മശാസ്ത്രത്തിലേക്ക് പോയി. ഖുർആനിലും ഹദീസിലും തെളിവില്ല എന്നാണ് നിങ്ങളുടെ വാദം. അപ്പൊ എന്താണ് കർമ്മശാസ്ത്രം എന്നും എന്താണ് ഫിഖ് എന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുമ്പോ നിങ്ങൾ അത് സമ്മതിക്കും. അതിന്റെ കഷ്ടമാണ് കേട്ടോ ഇത്. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിക നിയമം എവിടുന്നാണ് കിട്ടുക? ആ ചോദ്യത്തിന് നിങ്ങൾ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പറഞ്ഞു തരാം. നിങ്ങൾ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല സുഹൃത്തെ. നിങ്ങൾ കയ്യിന്ന് പോയി സാധനം കയ്യിന്ന് പോയി. നിങ്ങളെ സഹാനം കയ്യിന്ന് പോയി. ഇനി പറയട്ടെ. ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റി. ഈ 3 പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. എന്റെ 3 പോയിന്റേ ഉള്ളൂ. ഇത്ര നേരത്തെ സംഭാഷണം ക്രോഡീകരിച്ചാൽ അത് അതിന്റെ സംക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് പറയാൻ പോകുന്നു. നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഒന്നാമത്തെ പോയിന്റിൽ നിങ്ങൾ 5 തവണയെങ്കിലും ഇന്ററപ്റ്റ് ചെയ്തു. എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാവുന്നത് നിങ്ങള്? ആർക്കാണ് ഇത് കേൾക്കുന്നത് തീരുമാനിക്കട്ടെ.
ഇത് പൊതുജന സമക്ഷമല്ലേ നമ്മൾ വെക്കുന്നത്, അല്ലാതെ വിശ്വാസികൾ കാണാൻ പാടില്ല എന്നുള്ള ഫിൽട്ടർ ഇട്ടൊന്നല്ല വെക്കുന്നത്. ലിയാക്കത്തിനെ പരാജയപ്പെടുത്തി അദൃശ്യനായ ദീനി യോദ്ധാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം. ഫോട്ടോ തരാൻ ധൈര്യമില്ലല്ലോ. പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ അപ്പൊ ഒരു കാര്യം ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുമ്പോൾ ഒരു ഭാഗത്തും ഞാൻ ആ കാര്യം പറയുമ്പോൾ അതിന് വേറെ മാനദണ്ഡമാണ് നിങ്ങൾ വെച്ചത്. അപ്പൊ നിങ്ങൾ വെച്ച മാനദണ്ഡം അനുസരിച്ച് ഇസ്ലാമിലെ വിവാഹ നിയമം നേരിട്ട് ഖുറാനെന്നോ ഹദീസെന്നോ ഡയറക്റ്റ് ഞാൻ ഉദ്ധരിക്കണം. അത് ഉദ്ധരിക്കാൻ പ്രയാസം ഉണ്ടായിട്ടല്ല, പക്ഷെ ഫിഖ് നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളോട് ഞാൻ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ബഹളം വെക്കുന്ന സുഹൃത്ത്? ഞാൻ ഒരു പോയിന്റ് പറയട്ടെ. നിങ്ങൾ നിഷേധിച്ചു, ഫിഖിനെ നിഷേധിച്ചു. ഫിഖ് അല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഖുർആൻ ഹദീസാണ്. അത് ഫിഖ് ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകൾ പണ്ഡിതന്മാർ ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കിയിട്ടല്ലേ എഴുതുന്നത്. അതെ. അപ്പൊ ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് മതനിയമം എടുക്കുന്നത് ഫിഖ് ഗ്രന്ഥത്തിൽ നിന്നല്ലേ? ഖുർആനാണ് ഒന്നാമത്തെ പ്രാധാന്യം. ചങ്ങാതി, ഒരു വിഷയത്തിൽ ഒരു മസല ചോദിച്ചാൽ ഒരു ഉസ്താദ് ഫിഖ് ഗ്രന്ഥമാണോ തെളിവായിട്ട് വിശ്വാസിക്ക് കാണിച്ചു കൊടുക്കുക ഖുർആനും ഹദീസും ആണോ? ഖുർആനും ഹദീസും ആണ്. ആണോ? ആണ്. ഈ വാദം നിങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിസ്കാരത്തിന്റെ ക്രമം ഉളു മുതൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ക്രമാനുഗതമായി നിങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എടുത്തു കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു ദിവസം മതി എന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് ഒളിച്ചോടി പോകാനാണ് ഇടക്ക് നിങ്ങൾ ഫോൺ കട്ടിയത്. ആ ചോദ്യത്തിലേക്ക് എന്റെ നമ്പറോ എന്റെ ഫോൺ ഓഫ് ആയി പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഫിഖിനെ തൊടാതെ തന്നെ നിങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എടുത്തു തരും എന്ന് എന്നോട് പറഞ്ഞതിന് ഒരു ദിവസത്തെ സമയമാണ് ആവശ്യപ്പെട്ടത്. ഞാൻ ഇത് ഒരു പോയിന്റും കൂടി ഉള്ളതാണ് തീർക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവണം. വേണ്ട, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് എടുത്ത് പറഞ്ഞോ, കുഴപ്പമില്ല. ഇത് തീർക്കട്ടെ. എന്തെങ്കിലും പ്രശ്നം? ഫിഖിൽ നിന്ന് മതനിയമം കല്യാണ കാര്യത്തിൽ പറയുമ്പോൾ അത് നിങ്ങൾ ഫിഖിലേക്ക് ഓടി എന്ന് ആക്ഷേപിക്കുന്ന നിങ്ങൾ, ഫിഖിനെ ആ അർത്ഥത്തിൽ പ്രൈമറി ആയിട്ട് നമ്മൾ പരിഗണിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിങ്ങൾ, നമസ്കാരം അതേപോലെ തന്നെ ഖുർആനിന്റെയും ഹദീസിന്റെയും മാത്രം വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ട് അതിന്റെ തർത്തീബ്, ഷർത്ത്, ഫർളൊക്കെ വിശദീകരിക്കുന്ന രീതിയിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എടുത്തു തരാൻ നിങ്ങൾക്ക് ഒരു ദിവസം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ ഒരു ദിവസത്തിനകത്ത് നിങ്ങൾ അത് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വരണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ഈ സംഭാഷണത്തിലുടനീളം ലിയാക്കത്ത് നുണ പറഞ്ഞു എന്നും ലിയാക്കത്തിനെ പരാജയപ്പെടുത്തി എന്നുമാണ് നിങ്ങൾ സ്വയം ഊറ്റം കൊള്ളുന്നത്. നിങ്ങളോട് ഞാൻ പറയുകയാണ്, എങ്കിൽ നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തിയ ഈ ഓഡിയോ റെക്കോർഡ് പൊതുജന സമക്ഷം അതേ ടൈറ്റിൽ തന്നെ താങ്കളുടെ പേര് അൻസാർ എന്നാണ്, അൻസാർ കരീം എന്നാണ് അല്ലേ? തെറ്റാണെങ്കിൽ പറഞ്ഞു. അൻസാർ കരീം ലിയാക്കത്ത് അലിയെ മുട്ടുകുത്തിച്ച അല്ലെങ്കിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ ലിയാക്കത്തിന്റെ കളവ് കയ്യോടെ പിടികൂടിയ അൻസാർ കരീം എന്ന ടൈറ്റിലിൽ തന്നെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ താങ്കളുടെ ഫോട്ടോയും എന്റെ ഫോട്ടോയും വെച്ച് അപ്ലോഡ് ചെയ്യാം. ഇതിൽ നിന്ന് ഒരു സെക്കൻഡും അടർത്തി മാറ്റുന്നില്ല. അതിന് നിങ്ങൾ തയ്യാറാവുകയും അതിന് നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുകയും ചെയ്യുമോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറയുന്നു. അത് നിങ്ങളുടെ ഭീരുത്വമാണ് എന്ന് ഞാൻ പറയുന്നു. ഇതാണ് എന്റെ 3 പോയിന്റ്. നിങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കേസ്, ഒരാൾക്ക് ഒരു ഫോട്ടോ ഒരാൾക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഭീരുത്വമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ പോയിന്റ് പറയും. ഞാൻ എന്റെ വിശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ട്. ഒരു പൊതു കാര്യത്തിൽ എനിക്ക് 3 മിനിറ്റ് ഉണ്ട്. നിങ്ങളെ ഭീരുത്താണ് ഞാൻ വിചാരിക്കും. ഭരണഘടനാപരമായിട്ട് എല്ലാം ചോദിച്ചത് അല്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആളല്ലേ? ഭീരുത്വം ഭരണഘടനയിൽ ഉണ്ടാവില്ലല്ലോ. ഒരാൾക്കേ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഞാൻ നമ്പർ കൊടുക്കാം. അല്ലാതെ നിങ്ങൾ ഫോട്ടോ അയച്ചു തരാൻ വിശ്വസിക്കുന്ന ആളല്ലേ? നിങ്ങൾ സയൻസിൽ വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞോളൂ. ഇനി തർക്കല്ല, ഈ വിഷയത്തിൽ തർക്കല്ല. നിങ്ങളെ പോയിന്റുകൾ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞു. 3 മിനിറ്റാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നോട് ചോദിക്കേണ്ട, ഒരാൾ ഒരു ഫോട്ടോ ഒരാൾക്ക് അയച്ചു കൊടുത്തില്ലെങ്കിലേ അതൊരു ഭീരുത്വമാകുമോ? മനസ്സിലായോ? ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഫിഖിന്റെ കാര്യം. ഹലോ പറഞ്ഞു, ഞാൻ കേട്ടോണ്ടിരിക്കാം. ഫിഖിനെ ഞാൻ തള്ളിയിട്ടില്ല. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആനും ഹദീസുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥം. ഫിഖ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഖുർആനിന്റെയും
ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് തെളിവുകൾ ഉൾക്കൊണ്ടിട്ടാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, നമസ്കാരത്തിനും അതിനും അങ്ങനെയുള്ളതൊക്കെ തെളിവ് മനസ്സിലാ. ഇതിൽ നിന്നുള്ള തെളിവ് ശേഖരിച്ചിരിക്കുന്നത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഖുർആനും ഹദീസിൽ നിന്നും വ്യക്തത വരുന്ന ഹദീസ് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്നുള്ള തെളിവുകൾ സ്വീകരിച്ചിരിക്കുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നിന്നാണ്. പിന്നെ ഇപ്പൊ നാളെ വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ വീഡിയോ തയ്യാറാക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വ്യക്തതയോട് പറഞ്ഞു കഴിഞ്ഞു. ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഫിഖിൽ കൂടുതൽ വിശദീകരണം വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി. അപ്പൊ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാണ്. നിങ്ങൾ ഫോട്ടോ അയച്ചു തരില്ല. ഫോട്ടോ അയച്ചു തരാത്തത് ഭീരുത്വം അല്ല എന്നാണ് നിങ്ങളുടെ വാദം. നിങ്ങളല്ലേ പറഞ്ഞ അവസാനിപ്പിച്ചു. എനിക്ക് നിങ്ങളെ അയച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എവിടെ ഒരു ഈവൻ ഫേസ്ബുക്കിൽ പോലും ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒരു ഫോട്ടോ പോലും ഇല്ല. എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയം? ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ യൂട്യൂബിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് അപ്ലോഡ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അതിപ്പോ നമുക്ക് പറയാൻ പറ്റുമോ ഭായി? അത് നമ്മുടെ സമയവും ഇതുപോലെ ചെയ്യും. അങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. തൃപ്തി അടയാനായിട്ട് അത് മതിയല്ലോ. ഇങ്ങനത്തെ ഗതി ഒരു മനുഷ്യനെ കൊടുക്കരുതേ പഠിച്ചോനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥിച്ചല്ലോ പഠിച്ചോനെ, ഇങ്ങനത്തെ ഒരു ഗതികേട് ആർക്കും കൊടുക്കരുത് നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. അള്ളാഹിനോട് വിശ്വാസം ഇല്ലാത്ത ആളാണ് കുറ്റം പറയുന്നത്. അത് മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് സുഹൃത്തെ. നമ്മൾ അങ്ങനെ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. എങ്ങനെ മതി? അതാണ് എന്റെ വിജയം. ഇത്ര നേരം സംസാരിച്ചതിൽ നിന്നേ നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. ഒരു ഗതികേടും ആർക്കും കൊടുക്കല്ലേ പഠിച്ചു തന്നെയാണ്. മനസ്സിലായോ? അതാണ് എന്റെ വിജയം. ശരി.